ഹലോ, എന്തുണ്ട് വിശേഷമൊക്കെ? ഇന്ന് എനിക്ക് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല കേട്ടോ. വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വർക്കിൽ അത്ര സുഖമില്ലായിരുന്നു. എൻ്റെ ഡേ തന്നെ കൊളായെന്നാണ് പറയാം. അതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും തന്നെ പറയാനില്ല. പക്ഷേ കോമഡി എന്താ വെച്ചാൽ ഇന്ന് വർക്കിനെ പറ്റി തന്നെയാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. സോ ഇഫ് യു ഹാവന്റ് സീൻ മീ ബിഫോർ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ജനനി മറിയ. അപ്പോൾ ഇന്ന് നിങ്ങൾ എൻ്റെ തല, എൻ്റെ മുഖം, എൻ്റെ വർത്തമാനം ഇതൊക്കെ മാത്രമാണ് കേൾക്കാൻ പോകുന്നത്. വേറെ ഒന്നും തന്നെ ഇല്ല. എപ്പോഴും ജനറലായിട്ട് എനിക്ക് കിട്ടാറുള്ള ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അവിടെ എത്തിയത്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കട്ട സ്നോ പെയ്യും കേട്ടോ. എൻ്റെ ദൈവം, ഈ കാനഡയിലേക്ക് ഒരു രീതിയിൽ ഒരു രക്ഷയില്ല. സ്പ്രിങ് തുടങ്ങി. ഒരു ദിവസം രാവിലെ വെയിലാണെങ്കിൽ ഉച്ചയ്ക്ക് മഴ, വൈകുന്നേരം സ്നോ. എങ്ങനെയാ മനുഷ്യർ പുറത്തിറങ്ങുക? ഓക്കെ, എനിവേ ഓരവർ കണ്ടിട്ട് എനിക്ക് പേടിയാണോ അതുകൊണ്ട് പറയണത്. ഓരവർ ഓക്കെ, കമ്മിങ് ടു ദ ടോപ്പിക് ഗൈസ്. ഞാൻ വളരെ എൻ്റെ എനർജി വളരെ ലോ ആണ്. ബട്ട് ഐ ഹാവ് ടു ഫിനിഷ് ദിസ്. ഐ ഹാവ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. എന്തായാലും എന്താണ് ഞാൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഞാൻ ആ ജോബിൽ എത്തിയത്, ഹൗ ഇസ് ഇറ്റ് വർത്ത് ഇറ്റ്, അങ്ങനെ സോ മെനി ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടാറുണ്ട് കരിയർ ഇവിടെ വന്ന് കാനഡയിൽ വന്ന് സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരുടെ. അപ്പോൾ അവർക്കൊരു ഇൻഫർമേഷൻ ആയിക്കോട്ടെ, പിന്നെ ജനറലായിട്ട് നമുക്ക് കുറച്ച് വർത്തമാനം പറയാമല്ലോ, എൻ്റെ ലൈഫ് സ്റ്റോറി ഷെയർ എന്ന് വിചാരിച്ചാണ് നമ്മൾ കണ്ടന്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ കൊച്ചിലെ പോയി ഭയങ്കര ഡാൻസ് പട്ട് അങ്ങനെയാന്ന് കേട്ടോ വളർന്നു വന്നത്. ഡാൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ, പാട്ടെന്ന് പറഞ്ഞാൽ ജെന്നി. ഷാരോൺ എന്നോട് പറഞ്ഞ്, എന്നെ 12th ആദ്യമായിട്ടാണ് ഷാരോൺ കാണുന്നത് കേട്ടോ. ഞങ്ങൾ ഒരു സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ അവിടെ കാണുമ്പോഴത്തേക്കും ഏതോ ഒരു കൺവെൻഷനോ എന്തോ ഒരു സംഭവം ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ഇങ്ങനെ ആർക്കെങ്കിലും പാട്ട് പാടണോ, ഞാൻ എന്തെങ്കിലും ആൻസർ ഉണ്ടോ, ഞാൻ ഇങ്ങനെ കൈവോക്കി ഇത് ഏതാണ് ഇത്, അങ്ങനെയാണ് ഷാരോൺ ആദ്യം കാണുന്നത് പറഞ്ഞത്. എനിവേ, അപ്പോൾ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിരുന്നു. ഞാൻ അങ്ങനെ ഒന്നിനോട് ഇങ്ങനെ പുറകോട്ട് മാറി നിൽക്കുന്ന ഒരാളല്ല. ഇൻ ജനറൽ ഇഷ്ടമുള്ള കാര്യമാണെങ്കിൽ അങ്ങനെ മടിയൊന്നുമില്ല. ഞാൻ എന്താ നമുക്ക് ചെയ്താലോ അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡുള്ള ആളാണ് പൊതുവേ ഞാൻ. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചു ഈ ആക്ടിങ് അങ്ങനെയെങ്കിലൊക്കെ ആയിരിക്കും എൻ്റെ കരിയർ എന്ന് വിചാരിച്ചു. ഞാൻ അമ്മ വിചാരിച്ചത്, അമ്മനോട് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ വലിയ ഡാൻസർ ആവും, അതൊക്കെ ആയിരുന്നു നിന്റെ ഇഷ്ടം എന്ന് വിചാരിച്ചു. എന്നാലും ആ കൂട്ടത്തിൽ തന്നെ പഠിക്കാനും വലിയ ഇഷ്ടമായിരുന്നു കേട്ടോ. ഒരു 7th 8th ഒക്കെ ആയപ്പോൾ എനിക്ക് ആസ്ട്രോനറ്റ് ആണോ, ലൈക്ക് സ്പേസ്, സയൻസ്, ഫിസിക്സ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവമായിരുന്നു. അപ്പം നാസയിൽ പോകണം. അപ്പോൾ അതിനു വേണ്ടി നമ്മുടെ തുമ്പയില്ലേ, അപ്പോൾ അവിടെയൊക്കെ പോയി കുറച്ച് സ്റ്റഡീസ്, അങ്ങനെയൊക്കെ ഒരു സ്റ്റുഡീസ് ആയിട്ടുള്ളൊരു പേഴ്സണും കൂടി ആയിരുന്നു ഞാൻ. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ലൈനൊക്കെ മാറി. 10th ഒക്കെ പഠിച്ച് ഇറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് പിന്നെ പ്ലസ് ടു കയറുമ്പം അന്ന് 2 ഓപ്ഷനെ നാട്ടുകാരും വീട്ടുകാരും പ്രസന്റ് ചെയ്തുള്ളൂ ഫ്രണ്ട്, ബയോളജിയോ കമ്പ്യൂട്ടർ സയൻസ്. ഞാനൊരു ബയോളജി പേഴ്സൺ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ടെക്കി സൈഡിലോട്ട് ഇച്ചിരി ഇഷ്ടമുള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ചൂസ് ചെയ്തു. അന്നേരവും ഞാൻ വിചാരിക്കുന്ന അന്നേരം ശരിക്കും ഞാൻ പറഞ്ഞാൽ ഈ മോഡലിങ്ങിനും ആക്ടിങ്ങിനും ഒക്കെ പോവാൻ ചാൻസസ് ഒക്കെ കിട്ടി തുടങ്ങിയത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതായിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ആ കൂട്ടത്തിൽ തന്നെ സ്റ്റഡീസും കൊണ്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എപ്പോഴാണ് കരിയർ എന്താന്ന് അങ്ങനൊന്നും ഒരു ധാരണയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് 12th പാസ്സായി. അപ്പോൾ നെക്സ്റ്റ് ഓപ്ഷൻ വരുന്നത് എഞ്ചിനീയറിംഗ്. ഒബ്വിയസ് ചോയ്സ് ആയിരുന്നു കേട്ടോ. നമ്മുടെ 90s കിഡ്സിന്റെ ഒക്കെ ഒരു ഇതേ. ഇന്നത്തെ കാലത്ത് ഞാൻ ഇവിടെ വന്നതിന് ശേഷം കേൾക്കാത്ത ജോബ് ടൈപ്സ് വരെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഞാൻ വിചാരിക്കാം അന്നത്തെ ആ ഒരു നാട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ അത്രയും ഓപ്ഷൻസ് എനിക്ക് അറിയാമായിരുന്നെങ്കിൽ ഞാൻ ആരായിരുന്നേലും. ബട്ട് എന്തായാലും ഞാനാണ്. അങ്ങനെ ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കാൻ പോയി. അതും കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് തന്നെ പഠിക്കാൻ പോയി. അത് കഴിഞ്ഞിട്ട് എന്താണെന്നൊന്നും എന്നോട് എനിക്ക് ഒരു ഐഡിയ ഇല്ല കേട്ടോ. അത് പഠിച്ചു കഴിഞ്ഞാൽ ആരാവുമെന്ന് എനിക്ക് അറിയത്തൊന്നുമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു ടെക് കമ്പനിയിൽ ജോബ് ചെയ്യും, എന്താ ജോബ് എന്നോ അങ്ങനൊന്നും അതൊന്നും എനിക്ക് അറിയുണ്ടായില്ല. എന്നിട്ട് ഞാൻ കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ കയറി. അപ്പോൾ അവിടെയാണ് പോണ്ടിച്ചേരിയിലാണ് ഞാൻ പഠിച്ചത്. ബട്ട് ഇറ്റ് വാസ് ഫൺ ടൈം ഓഫ് മൈ ലൈഫ്. അതുപോലൊരു എക്സ്പ്ലോർ ചെയ്തൊരു സ്ഥലവും സമയവും എൻ്റെ ഫ്രണ്ട്സും, ഐ മിസ് ദാറ്റ് എ ലോട്ട്. അടിപൊളി. പോണ്ടിച്ചേരിയിൽ പോയിട്ടില്ലെങ്കിൽ കീപ് ദാറ്റ് യുവർ ഓൺ ദി ബക്കറ്റ് ലിസ്റ്റ് കേട്ടോ, പോണ്ടിച്ചേരി. എനിവേ, അതൊക്കെ കഴിഞ്ഞ് ഒരു 4th ഇയർ ആയപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും പഠിച്ച് ഞാൻ എങ്ങും എത്താൻ പോകുന്നില്ല. അപ്പൊ ആക്ടിങ് നമ്മളിങ്ങനെ പതുക്കെ പോകുന്നുണ്ട്. ബട്ട് ഇറ്റ് ഇസ് എ വെരി സ്ലോ പ്രോഗ്രസിങ് തിങ്, മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് അതും കൊണ്ട് എങ്ങും എത്തൂല എന്ന് എനിക്കൊരു ധാരണയായി ആക്ച്വലി. അപ്പൊ വീട്ടില് ആക്ച്വലി എന്തും ചെയ്തു, ബട്ട് യു ഹാവ് ടു ഹാവ് എ ഡിഗ്രി, യു ഹാവ് ടു ഹാവ് എ പ്രൊഫഷൻ എന്നുള്ളത് മസ്റ്റ് ആയിട്ടുള്ളൊരു തിങ് ആയിരുന്നു എൻ്റെ വീട്ടില്.
സോ എഞ്ചിനീയറിംഗ് 4th ഇയർ ആയപ്പോൾ ഞാൻ ഡിസൈഡ് ചെയ്തു ഐ ഹാവ് ടു ഗോ അബ്രോഡ്, എനിക്ക് പുറത്ത് പോകണം, പഠിക്കണം. അതിലൊരു ധാരണയായി. അങ്ങനെ വീട്ടിൽ പറഞ്ഞു ഓക്കെ ദേ ആർ ഇൻട്രസ്റ്റഡ് പോകുന്നു പറഞ്ഞു. അങ്ങനെ നമ്മളൊരു കൺട്രി ചൂസ് ചെയ്തു. കാനഡയാണ് ചൂസ് ചെയ്തത് ബിക്കോസ് ഇറ്റ് വാസ് എ സേഫസ്റ്റ് ഓപ്ഷൻ. കാരണം അന്ന് കാനഡ മാത്രമല്ലായിരുന്നു, പഠിച്ചു കഴിഞ്ഞ് 3 years സ്റ്റേ ബാക്ക് കൊടുക്കുന്നത്. നമ്മൾ യൂറോപ്യൻ കൺട്രീസ് ഒക്കെ നോക്കി ദർ വാസ് സം എന്താ പറയുക ചലഞ്ചസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈസി അല്ലായിരുന്നു, കിട്ടുമോ എന്ന് അറിയില്ല, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. എങ്ങനെയാലും കാനഡയിൽ വന്നെത്തി. കാനഡയിൽ ഞാൻ കോൺസ്റ്റോക്ക് എന്ന് പറഞ്ഞ കോളേജാണ് എടുത്തത്. ഞാൻ സാന്റ മോണിക്ക വഴി വന്നു കേട്ടോ, കൊച്ചി. ആൻഡ് ഐ ഷുഡ് സേ എല്ലാവരും പറയുന്നുണ്ട് നമ്മുടെ ഏജൻസീസിന്റെ കാര്യം. ഫോർ സം റീസൺ എനിക്കറിയത്തില്ല, എന്റെ ഭാഗ്യമാണോ ദൈവം കൂടെ ഉണ്ടായിരുന്നാണോന്നോ, എനിക്ക് കിട്ടിയ ഒരു ചേച്ചിയുടെ പേര് ഞാൻ പറഞ്ഞു, ബട്ട് ഷി വാസ് സച്ച് എ നൈസ് പേഴ്സൺ. എനിക്ക് ആള് കറക്റ്റ് കാര്യം പറഞ്ഞത്, ലൈക്ക് ഹൗ ഹാർഡ് ഇറ്റ് വിൽ ബി ഹിയർ, ഇതിന്റെ റിയാലിറ്റി എന്താണ്. ആൻഡ് ഞാൻ ട്രോണ്ടോസ് ആയിട്ടുള്ള കോളേജാണ് അന്ന് ചൂസ് ചെയ്തത്. ലൈക്ക് എനിക്ക് അത് മതി എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു നോ ചൂസ് കൊണസ്റ്റക. അന്ന് ഞാൻ വരുന്ന സമയത്ത് കൊണസ്റ്റക ഇങ്ങനൊന്നും അല്ല. ലൈക്ക് ഐ കുഡ് ബെയർലി സീ എനി മലയാളീസ് ഓർ ഇന്ത്യൻസ്, വളരെ ചുരുക്കം ആൾക്കാരൊക്കെ. സോ മോർ ഇംഗ്ലീഷ്, ലൈക്ക് നമ്മുടെ ഈ കനേഡിയൻ എക്സ്പോഷർ, അത് അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ മിങ്കിൾ ചെയ്യാനൊക്കെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ചേച്ചി കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ കോൺസ്റ്റൊക്കെ എടുത്തു. ഞാൻ എടുത്ത കോഴ്സ് എന്ന് പറഞ്ഞാൽ മൊബൈൽ സൊല്യൂഷൻസ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ്. സോ ഇറ്റ്സ് ബേസിക്കലി കോഡിംഗ് ഡെവലപ്മെന്റ്, അതാണ് എടുത്തു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ വന്നു, കോളേജൊക്കെ നൈസ്. ഞാനിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നൊരു 2-4 weeks. എനിക്കൊന്ന് ഫ്രണ്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ഫ്രണ്ട്സ് എന്ന് പറയാൻ നമുക്ക് കൂടെ അറിയാവുന്നവരൊക്കെ ഉണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. നമ്മുടെ ഫ്രണ്ടൊന്നും നമ്മുടെ കൂടെ അങ്ങനെയുള്ള ഒരാളൊന്നും ഇല്ല അന്ന്. ഒരു 4-5 weeks ഒക്കെ എത്തിയപ്പോൾ എനിക്കറിയത്തില്ല, എൻ്റെ ഒരു മെന്റൽ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയത്തില്ല. എനിക്ക് ലൈഫിൽ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താന്ന് അറിയില്ലാത്തൊരു സിറ്റുവേഷനിലെത്തി ഞാൻ. എനിക്ക് ആരോടെ ചോദിക്കേണ്ട അറിയില്ല, എന്താ ചെയ്യാൻ, ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു സമയം ഉണ്ടായി. കാരണം ഈ മൊബൈൽ സൊല്യൂഷൻസ് പഠിച്ചിട്ട് ഐ കുഡൻ സീ മൈസെൽഫ് ഡൂയിങ് ദാറ്റ് ഇൻ റിയൽ ലൈഫ്. അപ്പോൾ ഞാനൊരു ഡെവലപ്പറായിട്ടോ ഇതാണോ ഞാൻ ലൈഫ് ലോങ്, ഇറ്റ് ഫെൽ സോ ബോറിങ് ടു മീ ഓണസ്റ്റ്ലി. അതല്ല എൻ്റെ പേഴ്സണാലിറ്റി അതല്ല ആക്ച്വലി. എനിക്ക് റെപ്പറ്റേറ്റീവ് ടാസ്ക് ചെയ്യുന്നത് ഭയങ്കര ബോറിംഗ് ആണ്. ഈ റെപ്പറ്റേറ്റീവ് കാര്യങ്ങൾ പറയുന്നത് ബോറിംഗ് ആണ്. അതൊക്കെ ഭയങ്കര എന്നെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു ഭയങ്കര ഒരു റോബോട്ടിക് സ്റ്റേറ്റ് മൈൻഡ് അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്കും ലൈക്ക് ഐ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ഇറ്റ്. അപ്പോൾ എനിക്കൊന്ന് 4 weeks എങ്ങാണ്ടായേ. ആരോട് എന്നാ പറഞ്ഞത്. അപ്പം ഞാനിങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയില്ല, ഇപ്പം എൻ്റെ ഫ്രണ്ടാണ്. ഞാനങ്ങനെ റാൻഡം ആയിട്ടൊരു മലയാളീനെ കണ്ടു. അപ്പം ഞാനിങ്ങനെ ചോദിച്ചു എന്താ പഠിക്കണേ. അപ്പം ആൾ എന്നോട് പറഞ്ഞു ഈ ബിസിനസ് അനാലിസിസ് എന്ന് പറഞ്ഞൊരു കോഴ്സാണ് പഠിക്കുന്നത്, ലൈക്ക് പ്രോഗ്രാമാണ് പഠിക്കുന്നത്. ഇറ്റ്സ് നൈസ്, ഇതിന്റെ കണ്ടന്റ് ഇങ്ങനെയൊക്കെയാണ്. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ്. അപ്പൊ അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അവര് ഓഫീസ് ആപ്ലിക്കേഷൻസ്, അനാലിസിസ്, റിസർച്ച്. അപ്പൊ ഞാൻ ഭയങ്കര ക്യൂരിയസ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. എനിക്ക് എപ്പോഴും ചേഞ്ച് വേണം, അനലിറ്റിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും വേണം. എനിക്ക് ചുമ്മാ ഒരു സിസ്റ്റം അങ്ങനൊന്നും ചെയ്യാൻ പറ്റില്ല. ലൈക്ക് എനിക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്നെ ചലഞ്ച് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ ടാസ്ക് വേണം. അപ്പൊ എനിക്ക് അത് കേട്ടപ്പോൾ ലൈക്ക് ഐ കുഡ് ബി ഡൂയിങ് മോർ ഓഫ് തിങ്കിങ്, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി. സംസാരിക്കണം അങ്ങനെ. ഇപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ ഈ കോഴ്സ് കൊള്ളാലോ, ഈ പ്രോഗ്രാമിലോട്ട് ചാടാൻ പറ്റുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ച് എന്നുവെച്ചിട്ട് എൻ്റെ ഈശ്വര ഞാൻ നമ്മുടെ ഇന്റർനാഷണൽ ഓഫീസിൽ പോയി കേട്ടോ. ഇന്റർനാഷണൽ ഓഫീസ് ഉണ്ട് കൊണസ്റ്റോക്ക്. അവിടെ ചെന്നപ്പോൾ അവർ പറയാണ് കറക്റ്റ് ഇന്നലെ, ഞാൻ ഇന്നും കൂടി ചെല്ലുന്നു, കറക്റ്റ് ഇന്നലെ നമ്മൾ ഈ ഒരു പ്രോഗ്രാമിൽ നിന്ന് വേറൊരു പ്രോഗ്രാമിലേക്ക് മാറേണ്ട സമയം കഴിഞ്ഞു എന്ന്. എൻ്റെ മെന്റൽ സ്റ്റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി ഒരു വിയേർഡ് പൊസിഷനിലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി. ബിക്കോസ് എന്നെ കൊണ്ട് ഈ പ്രോഗ്രാം കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല. എനിക്കത് പഠിക്കണ്ട, എനിക്കത് മുന്നോട്ട് കൊണ്ടുപോകണ്ട, ഇതല്ല എൻ്റെ ലൈഫ് എന്ന് അതിലെനിക്കൊരു ക്ലാരിറ്റി ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഐ നീഡ് ടു സ്പീക്ക് ടു സംബഡി ബിക്കോസ് ഇത് എനിക്ക് വർക്ക് ആവുന്നില്ല, എനിക്ക് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്ന് അറിയണമെന്ന് പറഞ്ഞു. അപ്പം ദേ സെൻഡ് മീ ടു സംബഡി എൽസ്. എന്തോ ഒരു ഹയർ പൊസിഷനിലോട്ട് എന്നെ സെൻഡ് ചെയ്തു കേട്ടോ. സോറി. അപ്പോ ആളെ കണ്ട് സംസാരിച്ചൊരു മെയിൽ ആളായിരുന്നു. ഞാനിങ്ങനെ പറയാണ് എൻ്റെ പ്രശ്നങ്ങളൊക്കെ. ഞാൻ ന്യൂ ആണ്, അന്ന് ഏർലി 20s ആണ്. സോ ലൈക്ക് അങ്ങനെ വലിയ ലൈഫ് എക്സ്പോഷർ ഒന്നും എനിക്കില്ല ആക്ച്വലി. ഞാൻ കോളേജ് മാറി വീട്ടിൽ നിന്ന് പഠിച്ചെന്നല്ലാതെ പിന്നെ എല്ലാത്തിനും ഇപ്പോഴും പേരൻസ് കൂടെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോ ഞാനിങ്ങനെ പറയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെപ്പറേറ്റ് കൺട്രിയിൽ വരുന്നത്, ലീവ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോ എന്താ പറയുന്നത്, അപ്പൊ അങ്ങനെ സിറ്റുവേഷൻസ് പറയാണ്. എനിക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഇതെനിക്ക് പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല, ഐ നീഡ് ടു ചേഞ്ച്.
ഇയാള് ജന്മം ചെയ്ത സമ്മതിക്കൂല. അയാൾ പറയുന്നത് ഈ കോഴ്സിൽ ഞാനൊരു സീറ്റ് എടുത്തത് കൊണ്ട് അവരുടെ ഫൈനാൻഷ്യൽ ലോസ് അവർക്കുണ്ടാകും. ഞാൻ പറഞ്ഞു, അറിയൂ സീരിയസ്ലി കിട്ടിങ്? ഞാൻ ശരിക്കും ഒന്ന് ചോദിച്ച കാര്യമാണ്, അറിയൂ സീരിയസ്ലി കിട്ടിങ്? ഞാൻ അവിടെ നിന്ന് ഞാൻ കരഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. കാരണം ഞാൻ അത്ര ഡെസ്പറേറ്റ് പൊസിഷൻ. എനിക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് അറിയില്ല. എനിക്ക് തിരിച്ചു പോവണ്ട. എനിക്ക് ഇത്രയും വരെ വന്ന സ്ഥിതിക്ക് എനിക്ക് തിരിച്ചു പോകണ്ട. ഐ നീഡ് ടു മൂവ് ഫോർവേഡ്. യു നീഡ് ടു ഹെൽപ്പ് മീ ഇൻ എനി വേ. എന്റെ എല്ലാ പ്രശ്നങ്ങളും കേട്ടിട്ടും ഇയാൾ എന്ത് ചെയ്താൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അയാൾ പിന്നെ പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ പറ്റിയിട്ട്. ഈശ്വര, എനിക്ക് വന്ന സങ്കടവും കരച്ചിലും അപ്പൊ കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയ. ലൈക്ക് ഒരു ഓപ്ഷനും ഇല്ലെന്ന് പുള്ളി ക്ലിയർ ആയിട്ട് 1/4 മണിക്കൂർ ഞാൻ സംസാരിച്ചു. കൺവിൻസ്ഡ് ആവുന്നില്ല. ഞാൻ അവിടുന്ന് ഈ വിങ്ങിപ്പൊട്ട് ഹൃദയമായിട്ട് അവിടെ ഒരു വാഷ്റൂം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ റിയൽ സ്റ്റോറി ഉണ്ടാക്കി പറയുന്നൊന്നുമല്ല. ഞാൻ അവിടെ പോയി ഇനി പുറത്തോട്ട് ഇറങ്ങിയിട്ട് എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല കേട്ടോ. ഞാൻ ആ വാഷ്റൂമിൽ നിന്നിട്ട് അങ്ങോട്ട് കരച്ചിലെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഒരാളുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ കെഞ്ചി ചോദിച്ചിട്ടും ഒരു രീതിയിലും മനസ്സിലാക്കാത്തൊക്കെ ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ എന്നെ കൊണ്ട് പറ്റണില്ലായിരുന്നു. ഭയങ്കര ഹെൽപ്ലെസ് ആയിട്ട് ഞാൻ പൊട്ടിക്കരയോ കേട്ടോ. കരഞ്ഞ് ചിലപ്പോൾ ഞാൻ അവിടെ നിന്ന് എനിക്ക് തല കറങ്ങി വീഴുമായിരിക്കും. എത്ര മണിക്കൂർ അവിടെ നിന്ന് കരഞ്ഞെന്ന് എനിക്കറിയത്തില്ല. വിയേർഡ് തിങ് ഈസ് ആ വാഷ്റൂമിൽ ഒരു മനുഷ്യന് പോലും വന്നിട്ടില്ലത് ആ സമയത്ത്. എന്ന് വെച്ചിട്ട് പെട്ടെന്ന് ഞാനൊരു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു നോക്ക് കേട്ടു കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് എണീറ്റിട്ട് ഞാൻ പറഞ്ഞു ഐ എം ഓക്കെ എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരി ഒരു എന്തായാലും ഫീമെയിൽ വാഷ്റൂം ആണല്ലോ. അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞു ഇല്ല യു ഹാവ് ടു കം ഔട്ട് എന്ന് പറഞ്ഞു. ഞാൻ പുറത്തിറങ്ങി വന്ന് പുള്ളിക്കാരി എന്നെ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി. അമ്മാതിരി കരച്ചിൽ കഴിഞ്ഞിട്ട് മോങ്ങിയിരിക്കുകയാണല്ലോ. എന്ന് വെച്ചിട്ട് എന്നോട് പുള്ളിക്കാരി കാര്യം ചോദിച്ചു. ഞാനുള്ള കാര്യമൊക്കെ ഉള്ള പോലെ പറഞ്ഞു കേട്ടോ. എനിക്കറിയത്തില്ല പുള്ളിക്കാരി ആരാ, പുള്ളിക്കാരിനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റൂ, ഐ ഡോണ്ട് നോ, ഐ ഡോണ്ട് കെയർ. അങ്ങനെ ആരോ എന്തോ ചോദിച്ചു, ഞാൻ ആ അവസ്ഥയിൽ അങ്ങനെ പറഞ്ഞു. ഫിൽട്ടറൊന്നും ഇല്ല. ഈ പുള്ളിക്കാരി ഉണ്ടല്ലോ ആരാന്നൊന്നും എനിക്ക് ഇപ്പോഴും അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ബട്ട് ഷീസ് എൻ ഏഞ്ചൽ ബിക്കോസ് പുള്ളിക്കാരിയുടെ പേരും പറഞ്ഞു, പുള്ളിക്കാരി ഒരു നമ്പറും തന്നിട്ട് പറഞ്ഞു, നീ ഇത് ഓഫീസിൽ കൊണ്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞതാന്ന് പറ, നിന്റെ റിക്വസ്റ്റ് എന്നിട്ട് നീ ഒരു ഇമെയിൽ ഇവർക്ക് അയച്ചു കൊടുക്ക് എൻ്റെ പേരും വെച്ചിട്ട് എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ എനിക്ക് ഇപ്പോഴും പുള്ളിക്കാരുടെ ഫേസ് ഓർമ്മയുണ്ട്. നല്ല വെള്ളം മൊഴിയുള്ള ഒരു അമ്മച്ചി, ഷോർട്ട് ബോബൊക്കെ അടിച്ചിട്ട് ഒരു അമ്മച്ചി കേട്ടോ. പക്ഷെ പേരെന്താന്ന് എനിക്ക് ഓർമ്മയില്ല, ടൈറ്റിൽ എന്താന്ന് ഓർമ്മയില്ല. ഞാൻ വിചാരിച്ചത് ഇപ്പം ആരാടപ്പാ, ഓക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാൻ വീട്ടിൽ പോയി ഇമെയില് അയച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇതിലോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ബിസിനസ് അനാലിസിസ് കോഴ്സിലോട്ട് എന്നൊക്കെ പറഞ്ഞ് ഇമെയിൽ അയച്ചു കേട്ടോ. പിറ്റേ ദിവസം ഞാനിങ്ങനെ ക്ലാസ് കഴിഞ്ഞ് മൊബൈൽ സർവീസസിന്റെ ക്ലാസ് കഴിഞ്ഞ് ഞാനിങ്ങനെ വെറുതെ ഇരിക്കുക, എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. പെട്ടെന്ന് ഇമെയിൽ നോക്കിയപ്പോൾ റിപ്ലൈ വന്നിരിക്കുന്നു, ഓക്കെ ദർ ഇസ് 1 വേക്കൻസി യു ക്യാൻ ട്രാൻസ്ഫർ എന്ന്. അതായത് ആ മനുഷ്യൻ കട്ടായം പിടിച്ച സാധനമാണ് അത്. ഈ പുള്ളിക്കാരുടെ പേര് ചോദിച്ചപ്പോൾ എനിക്ക് മാറാമെന്ന് ഓക്കെ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ ഓടിയിട്ട് ഓഫീസിലോട്ട് ഓടി അപ്പോയിൻമെന്റ് ടിക്കറ്റ് എടുത്തിട്ട് ഇങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യും. കാരണം എനിക്ക് പേര് ഓർമ്മയില്ല, ഒന്നും ഓർമ്മയില്ല. എന്നിട്ട് ഞാനാണെങ്കിൽ ഇമെയിലൊക്കെ തപ്പിപ്പിടിച്ച് ഇന്ന ആളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി എന്തോ, പക്ഷെ എപ്പോഴും ടൈറ്റിൽ ഓർമ്മയില്ല. കാരണം ഇമെയിൽ എനിക്ക് ലൂസുമായി, കാരണം നമ്മുടെ കൊണസ്റ്റഗയുടെ പോർട്ടൽ വഴി അയച്ചത്. അപ്പോൾ ഞാനാണെങ്കിൽ എന്നിട്ട് പേരൊക്കെ തപ്പി പിടിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യണം ഇന്ന ആളാന്നൊക്കെ പറഞ്ഞിട്ട് അവരെന്ത് ചെയ്താൽ സമ്മതിച്ചില്ല. ബിക്കോസ് ഷീ വാസ് ഇൻ സം സീനിയർ പൊസിഷൻ ഇൻ ദ ഓഫീസ് ലെവലിൽ. വാട്ട് എവർ ദ ഹെൽ ഇസ്, ഷീ ഹെൽപ്പ് മീ. ഐ തിങ്ക് ഷീ മെയ്ഡ് സംതിങ് ഇൻസൈഡ്, ഐ ഡോണ്ട് നോ വാട്ട് എവർ ഇറ്റ് ഈസ്. എനിക്ക് മൂവ് ചെയ്യാൻ പറ്റി. അപ്പം ഇതുപോലെ ഞാൻ മാത്രമല്ല കേട്ടോ സ്ട്രഗിൾ ചെയ്തിരുന്നത്. അപ്പൊ അതിന് ശേഷം എൻ്റെ റൂംമേറ്റ്സ്, എൻ്റെ കുറച്ചറിയാവുന്നവരൊക്കെ പറഞ്ഞു, ഓക്കെ ജെന്നി നിനക്ക് ഇങ്ങനെ മാറാൻ പറ്റും, എനിക്ക് ഇതിന് താല്പര്യമില്ല, എനിക്ക് മാറണം എന്നൊക്കെ പറഞ്ഞ് അവരൊക്കെ പഠിച്ച് പണി 18 നോക്കിയിട്ട് അവർ മാറ്റിയില്ല കേട്ടോ. ദൈവം സഹായിച്ചു എന്ന് പറയാം. ഞാൻ പറഞ്ഞില്ല, ഷീസ് ആൻ ഏഞ്ചൽ. ഐ ഡോണ്ട് നോ വെയർ ഷീ ഈസ്, ഐ ഫോർഗോട്ട് ഹെർ നെയിം, ഐ ജസ്റ്റ് നോ ഹെർ ഫേസ്, ബട്ട് ഷീ ഹെൽപ് മീ ആൻഡ് ഐ മൂവ് ടു ബിസിനസ് അനാലിസിസ് കോഴ്സ് കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ നല്ല ചിരിച്ച മുഖത്തോടൊക്കെ പുതിയ ക്ലാസ്സിൽ ചെല്ലുന്നു. ആ ക്ലാസ്സിൽ ചെന്ന് ഇരുന്നപ്പോൾ തൊട്ട് തന്നെ എൻ്റെ മുഖത്തൊരു പ്രകാശമാണ്. ഐ ഫെൽ ദിസ് ഇസ് ഫോർ മീ, മനസ്സിലായോ? അങ്ങനെ ഞാൻ പിന്നെ അത് കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാ സ്റ്റാഫും പഠിപ്പിച്ച ആൾക്കാർ, എൻ്റെ കൂടെ പഠിച്ച പിള്ളേർ, ഒരുപാട് എല്ലാവരും അടിപൊളിയായിരുന്നു. അത് എന്താ പറയുക, എനിക്ക് നമ്മുടെ ഹാർട്ട് ഫെൽറ്റ് ആയിട്ടൊരു സംഭവം. ഐ എം താങ്ക്ഫുൾ ഫോർ ദാറ്റ് ലേഡി
നമ്മുടെ ലൈഫിലൊക്കെ നമ്മൾ അറിയാണ്ട് ദൈവം മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നൊക്കെ പറയത്തില്ല, അങ്ങനെ ഒരു ലൈഫ് സെനാരിയോ ആയിരുന്നു. അന്ന് ഞാൻ ആ പുള്ളിക്കാരി കണ്ടിട്ടില്ല, അന്ന് ഞാൻ ആ കോഴ്സ് മാറിയിട്ടില്ലായിരുന്നെങ്കിൽ ഐ ഡോണ്ട് നോ വേർ ഐ വുഡ് ഹാവ് ബീൻ. ഐ ഡോണ്ട് നോ, മേ ബി ഞാൻ കാനഡയിൽ ഉണ്ടാവില്ല, മേ ബി ഞാൻ നാട്ടിൽ തിരിച്ചു പോകാൻ, ഐ ഡോണ്ട് നോ. എൻ്റെ ലൈഫ് ഇങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കണം. എനിവേ, ഐ മെറ്റ് എൻ ഏഞ്ചൽ. അങ്ങനെ ഞാൻ ബിസിനസ് അനാലിസിസ് പഠിച്ചു. അതിലെ ഒരു കോഴ്സ് മാത്രമായിരുന്നു പ്രോജക്ട് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ടേമിലുള്ള ഒരു കോഴ്സ് മാത്രം. ഐ ഡോണ്ട് നോ ABC ഓഫ് പ്രോജക്ട് മാനേജ്മെന്റ്. ഞാൻ നാട്ടിൽ പണിയൊന്നും ചെയ്തിട്ടില്ല, ഇവിടെ പണിയൊന്നും ചെയ്തിട്ടില്ല. ആകെ നമ്മൾ പാർട്ട് ടൈമിന് കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ വോൾമോട്ടിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പാർട്ട് ടൈമിന്. സോ താങ്ക്സ് ടു ഗോഡ് ആക്ച്വലി എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് പേര് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരുന്നു കേട്ടോ. ജനറലി സ്പീക്കിംഗ് എനിക്ക് അങ്ങനെ ഒരുപാട് എല്ലാ കാര്യങ്ങളൊന്നും ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ആളൊന്നുമല്ല. ചിലവരുണ്ടല്ലോ, ഇപ്പൊ ഷാരന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ മനസ്സ് വിചാരിച്ചാൽ തന്നെ കാര്യങ്ങൾ നടക്കുക എന്നൊക്കെ പറയത്തില്ല, അല്ലെങ്കിൽ തൊട്ടത്തിന്റെ പുഞ്ഞു വിളയുന്നു, അങ്ങനെ ഒരാളൊന്നുമല്ല ഞാൻ. എനിക്ക് വളരെ ചിലപ്പം ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ ഡിലേഡ് ആയിട്ട് നടക്കുന്ന കാറ്റഗറിയിൽ പെടുന്ന ആള് അല്ലെങ്കിൽ നടക്കില്ല. ഇങ്ങനെ ഒരു കാറ്റഗറിയിലാണ് ഞാൻ. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഈ സെനാരിയോസ് ഒക്കെ വന്നപ്പോൾ പടയെന്ന് എന്റെ കാര്യങ്ങൾ ഫ്ലിപ്പ് ചെയ്യാൻ തുടങ്ങി. ദൈവം ഉണ്ടായിരുന്നു എന്ന് തന്നെ ഞാൻ ദൈവം ഉണ്ടായിരുന്നല്ല, ദൈവം എപ്പോഴും ഉണ്ട്. ദൈവം അന്ന് എന്റെ കൂടെ എന്നെ അനുഗ്രഹിക്കാനുണ്ടായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ പ്രൊജക്ട് മാനേജ്മെന്റ് അങ്ങനെ പഠിച്ചു. അങ്ങനെ ഫോർത്ത് സെമസ്റ്റർ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ജോലിനെ പറ്റി ഞാൻ തിങ്ക് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആയി. കാരണം എനിക്ക് കോർപ്പറേറ്റ് ജോബ് ചെയ്ത് സ്കിൽസ് ഇല്ല, എനിക്ക് റെസ്യൂമേല് വെക്കാൻ എക്സ്പീരിയൻസ് ഇല്ല, കൂടെ ഉള്ളവർക്കൊക്കെ ഉണ്ട്. അപ്പൊ ഞാനാണെങ്കിൽ റെസ്യൂമേ റൈറ്റിങ്ങും നമ്മളിവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു കോളേജിൽ തന്നെ. അപ്പൊ ഞാൻ എന്റെ സ്കിൽസ് ഒക്കെ ഹൈലൈറ്റ് ചെയ്ത് പ്രോജക്റ്റിൽ എന്താ ചെയ്തെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഭയങ്കര ഇച്ചിരി ക്രിയേറ്റീവ് ഇങ്ങനത്തെ എന്തെങ്കിലും. അപ്പൊ ഞാൻ ഭയങ്കര നല്ലതായിട്ടൊക്കെ ഡിസൈൻ ചെയ്ത് എന്റെ റെസ്യൂമേ ഒക്കെ റിവ്യൂ ചെയ്തപ്പോൾ ഇവർ പറഞ്ഞു നന്നായിട്ടുണ്ട് എന്നുവെച്ചിട്ടൊരു കാര്യം പറഞ്ഞു തന്നു. ഇപ്പൊ പുതിയതായിട്ട് അവര് ഒരു എക്സാമ്പിൾ പറഞ്ഞു തന്നാണ് നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറഞ്ഞു. അതായത് ജസ്റ്റ് ലൈക്ക് ഒരു 10 to 15 pages ഓഫ് ഹൂ യു ആർ ഇൻ എ മോർ പ്രസന്റബിൾ വേ. അതായത് യു ക്യാൻ ഫ്രം യുവർ ഗെറ്റ് ഗോ, ലൈക്ക് എന്ത് പഠിച്ചു, എവിടുന്ന് വന്നു, നിന്റെ വിഷൻ എന്താ, ലൈഫ് ഗോൾസ് എന്താണ്, ഹോബീസ് എന്താന്ന്, വേർ യു ആർ നൗ, അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒരു പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കുക. എന്റെ കയ്യിലില്ലത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുക. അപ്പൊ ജോലി ചെയ്ത എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് ഇത് ഹെൽപ്ഫുൾ ആവും എന്നിങ്ങനെ നമ്മുടെ പ്രോഗ്രാം കോർഡിനേറ്റർ പറഞ്ഞു. ഇത് കേൾക്കേണ്ട താമസം ഞാൻ പോയി അങ്ങോട്ട് ഉണ്ടാക്കിയില്ലേ പോർട്ട്ഫോളിയോ, ഒന്നും വെക്കാനില്ല കേട്ടോ. അതിന്റെ എഡ്യൂക്കേഷൻ, ഞാൻ എന്തൊക്കെ ചെയ്തു, എന്റെ പ്രോജക്ട്സ്, എന്റെ സ്കിൽസ്, ഞാൻ നാട്ടിൽ എന്താ ചെയ്തത്, ഇവിടെ എന്താ ചെയ്യുന്നത്, ഇതാണ് എന്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു നല്ലൊരു ഡിസൈനിൽ ഒരു ബുക്ക്ലെറ്റ് പോലെ ഒരു 15 to 20 pages എന്റെ റെസ്യൂമേ പിന്നെ എന്റെ പോർട്ട്ഫോളിയോ ആണ് എനിക്കുള്ളത് കേട്ടോ. അപ്പൊ ഇത് രണ്ട് ഞാൻ ഉണ്ടാക്കി. എന്ന് വെച്ചിട്ട് നമുക്കൊരു കരിയർ ഫെയർ വന്നപ്പോ എല്ലാവരും പോണം, അങ്ങനെ ഒരു ഇതാണ്. അപ്പം 4th സെമസ്റ്റർ തുടക്കത്തിലാണ് ഞാനും പോയി ഇങ്ങനെ ഒരുപാട് കമ്പനീസ് ഉണ്ട്. നമ്മൾ റെസ്യൂമേഴ്സ് ഒക്കെ കൊടുത്തു. കുറെ പേരൊക്കെ ചുമ്മാ ചിരിച്ചു കാണിക്കും, ഓക്കെ എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ പാസ് ചെയ്തപ്പോൾ ഒരു കമ്പനിയുടെ പിക്ചർ എന്ന് പറയുന്നത് ഒരു പശുവിനെയും ഫാമിലാരും ഇങ്ങനെയൊക്കെ. അപ്പൊ ഞാനെന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പേഴ്സൺ, എന്നെ കണ്ടത്രയ്ക്ക് തോന്നത്തില്ലെങ്കിലും എനിക്കെല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ്, സിമ്പിൾ, ഹാപ്പി എൻവയൺമെന്റ്. ഈ ടോക്സിസിറ്റി, ഒരുപാട് കോംപ്ലക്സിറ്റി, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഭയങ്കര എന്നെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല. ഞാൻ അവോയ്ഡ് ചെയ്യും അങ്ങനത്തെ എന്തൊരു സിറ്റുവേഷൻ വന്നു. അപ്പം ഈ ഫാമും പശുവൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷം. കൊള്ളാമല്ലോ, ഇത് ഫാമിലെ പടിയെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അവിടെ വലിയൊരു ലൈനുണ്ട്. ഞാൻ അതിൽ കയറി നിന്നപ്പോഴത്തേക്കും ഒരു തങ്കപ്പെട്ട മനുഷ്യനാണ് അവിടെ ഇന്റർവ്യൂ എടുക്കാനിരിക്കുന്നത്. എന്റെ ഇപ്പോഴത്തെ HR ആണ് കേട്ടോ അത്. അപ്പൊ ഞാനിങ്ങനെ ലൈനിൽ നിന്നു. ആ ലൈൻ അടുത്തെത്താറായപ്പം ഈ പുള്ളി കുറെ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട് ഈ റെസ്യൂമെ നോക്കിയിട്ട്. നമ്മള് ഇത് കേട്ടപ്പോ എന്റെ ഈശ്വരൻ ഞാൻ ക്വസ്റ്റ്യനൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിപ്പം ഞാൻ എന്താ പറയാ, എനിക്കൊരു തേങ്ങ അറിയത്തില്ലല്ലോ. പഠിക്കുന്ന കാര്യം മാത്രമേ എനിക്ക് അറിയുള്ളൂ, കാരണം വർക്ക് എക്സ്പീരിയൻസ് ഇല്ല. എന്റെ ഫസ്റ്റ് എവർ കരിയർ എക്സ്പീരിയൻസ് ലൈക്ക് എക്സ്പോ തന്നെയാണിത്. സോ ഞാൻ അവിടെ പോയി ലൈനിൽ നിന്നു. എന്റെ ടേൺ എത്തി. എന്റെ റെസ്യൂമെ കൊടുത്തപ്പോൾ പുള്ളിയുടെ കണ്ണൊക്കെ ഇങ്ങനെ മഞ്ഞളിക്കുന്നേക്കാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ കുറച്ച് ക്രിയേറ്റീവ് ആണ്. അപ്പൊ ഞാൻ അങ്ങനെ നല്ല രീതിയിൽ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഞാനിപ്പം നോർമലി ഒരാളുടെ റെസ്യൂമിലും എന്റെ റെസ്യൂമോടെ വെച്ച് ഡിഫറെന്റ് ആയിട്ട് തോന്നും, ബിക്കോസ് അങ്ങനെയാണ്. ഞാൻ കുറച്ച് കളറൊക്കെ ചെയ്തു, ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരി പറഞ്ഞു, ദിസ് ഈസ് ദ മോസ്റ്റ് ഇംപ്രസീവ് റെസ്യൂമെ ഐ ഹവ് സീൻ ടുഡേ എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ കേട്ടോ.
എന്നിട്ട് ഇത് നോക്കിയപ്പോഴത്തേക്കും പ്രോജക്ട് മാനേജ്മെന്റിനെ ബേസ് ചെയ്തും ബിസിനസ് അനാലിസിസ് ഓർ പ്രോജക്ട് മാനേജ്മെന്റിനെ ബേസ് ചെയ്താണ് ഞാൻ എന്റെ റെസ്യൂം ഉണ്ടാക്കിയേക്കുന്നത്. കാരണം ഫോർ സം റീസൺ എനിക്ക് മാനേജ്മെന്റ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇപ്പൊ എന്നെ ഒരു കാര്യം ഏൽപ്പിച്ചാല് I am 100% sure I'll be able to coordinate and make it successful. അത് ഞാൻ റിയൽ ലൈഫിലും അങ്ങനെ തന്നെയാണ്. എനിക്ക് കോർഡിനേറ്റ് ചെയ്യാന്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്, ഒരു കാര്യം ഏൽപ്പിച്ച് അത് കംപ്ലീറ്റ് പ്രോഡക്റ്റ് ആക്കി കൊടുക്കാന് നാച്ചുറലി എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്, കാര്യങ്ങൾ മാനേജ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ. സോ പ്രോജക്ട് മാനേജ്മെന്റിനോടുള്ള ഇൻട്രസ്റ്റ് അങ്ങനെയാണ് വന്നത്. അപ്പൊ പ്രോജക്ട് മാനേജ്മെന്റിന്റെ ABCD ലൈക്ക് സ്കിൽ വൈസ് പ്രൊഫഷണലി ഒന്നും എനിക്കറിയില്ല. ബട്ട് ഐ തിങ്ക് ഐ കുഡ് ടാക്കിൾ ഇറ്റ്. മനസ്സിലായോ? അതിന്റെ ടാക്കിൾ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ബിസിനസ് അനാലിസിസ് ഓർ പ്രോജക്ട് മാനേജ്മെന്റ് എന്നുള്ള റെസ്യൂമാണ് എന്റേത്. അങ്ങനെ ഞാൻ ഈ പ്രോജക്ട് മാനേജ്മെന്റ് പഠിച്ചതിന്റെ പേര് മാത്രം കേട്ടോ. അങ്ങനെ ഞാൻ ഈ റെസ്യൂമെ സബ്മിറ്റ് ചെയ്തപ്പോൾ പുള്ളി പറഞ്ഞു അവരൊരു പ്രോജക്ട് മാനേജ്മെന്റ് ഇന്റേണിനെ ഹയർ ചെയ്യുന്നുണ്ട്, എന്റെ റെസ്യൂമെ ഫിറ്റ് ആയിരിക്കും എന്ന് പുള്ളി ഇങ്ങനെ കാഷ്വൽ ആയിട്ട് ഡോക്ക് ചെയ്തു. ഓക്കെ ഫൈൻ എന്ന് പറഞ്ഞിട്ട് പുള്ളി കോളൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അങ്ങനെ എത്ര പേരാന്ന്, ഒരു 1000 കണക്കിന് ആൾക്കാരാണ് വാട്ടറിൽ വെച്ചാണ് ഇത് നടക്കുന്നത്. ഇവിടെ അടുത്തുള്ള ഒരു സിറ്റിയാണ്. അങ്ങനെ അത് കഴിഞ്ഞു, ഞാൻ വീട്ടിൽ പോയി. അതെനിക്ക് തോന്നുന്നത് ഐ ഡോണ്ട് നോ വെൻ ഇറ്റ് വാസ് ആക്ച്വലി ഓഗസ്റ്റ് അങ്ങനെ ഏതൊരു ടൈമിലാണ്. ഒരു നവംബർ ബിഗിനിങ് ആയപ്പോ എനിക്ക് കോള് വന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മറന്നൊക്കെ പോയി, എക്സ്പോ ഒക്കെ കഴിഞ്ഞ് വരും. നവംബർ ബിഗിനിങ് ആയപ്പോ എനിക്ക് കോള് വന്നു. ജെന്നി എന്നൊക്കെ പറഞ്ഞ് ഓക്കെ ഫൈൻ ഇന്റർവ്യൂവിന് വരുന്നു വെച്ചു. ഐ വാസ് റിയലി സർപ്രൈസ്. ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല. ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ആദ്യത്തെ ഇന്റർവ്യൂ, ലൈഫിൽ ആദ്യത്തെ ഇന്റർവ്യൂ. ഓക്കെ, ഐ ഹവ് നെവർ ഡൺ ദിസ് ബിഫോർ. രണ്ടും കൽപ്പിച്ചു പോയി. അതായത് കിട്ടിയില്ലേലും കുഴപ്പമില്ല, കിട്ടിയാലും കുഴപ്പമില്ല, അതെന്തായാലും ഫസ്റ്റ് ആണ്, ഉറപ്പായിട്ടും കിട്ടില്ല. അപ്പൊ അത്രയും കോൺഫിഡൻസ് ആണ് പോണത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഒരു കാര്യം കിട്ടണമെന്ന് വിചാരിക്കുമ്പോഴത്തേക്കും നമ്മൾ ഭയങ്കര ടെൻസ്ഡ് ആയിരിക്കും. ഇതിനെ പ്രസന്റ് ചെയ്ത് കുളവായാലും, അങ്ങനെ ഒരു ടെൻഷൻ എനിക്ക് ആ ഇന്റർവ്യൂവിൽ ഇല്ലായിരുന്നു. ബിക്കോസ് കുളവായാലും കുഴപ്പമില്ല. അതുകൊണ്ട് ഞാൻ തന്നെയായിരുന്നു. ഐ കുഡ് സ്പീക്ക് ഫ്രീലി. ഞാൻ പോയി, ഞാൻ എൻ്റെ നമ്മുടെ പോർട്ട്ഫോളിയോ ഉണ്ടല്ലോ, പോർട്ട്ഫോളിയോ കൊടുത്തു, എൻ്റെ റെസ്യൂമെ കൊടുത്തു, കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചു. എൻ്റെ എല്ലാ ക്വസ്റ്റ്യൻസും ബിഹേവിയറൽ ആയിരുന്നു. എനിക്ക് എക്സാമ്പിൾസ് റിയൽ ലൈഫിനെ കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. ഐ ഡിഡ്ന്റ് ഹാവ് എനിത്തിങ് ടു ഡു വിത്ത് വർക്ക് റിലേറ്റഡ്. പക്ഷെ അതവർ ഓക്കെ ആയിരുന്നു. ഞാൻ ഈ ഇന്റർവ്യൂ കഴിഞ്ഞ ഭയങ്കര കോൺഫിഡൻസ്. ഞാൻ ഇന്നേ വരെ അത് കഴിഞ്ഞതിന് ശേഷം അത്ര കോൺഫിഡൻസിലൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്നപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു യു ആർ ഹയർഡ് എന്ന്. ഷോക്കിങ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്റെ പൊന്നടാ, ഞാൻ പറഞ്ഞല്ലോ എനിക്കൊരു കാര്യം നേരെ ചോരം വരെ കണക്കാത്ത ആളാണ്. ഭയങ്കര ഷോക്കിങ്. പക്ഷെ ജോലിയുടെ കാര്യത്തിൽ മാത്രം എന്താ സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം അവരെനിക്ക് അപ്പം ഫുൾ ടൈം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അന്നേരം ഡിസംബറിലാണ് കോഴ്സ് തീരുള്ളൂ. അപ്പോൾ എനിക്ക് ജോലിക്ക് ജനുവരിയിൽ ഫുൾ ടൈം അവർ ഓഫർ ചെയ്യുന്ന പറഞ്ഞത്. ആൻഡ് ദെൻ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. അന്ന് മിനിമം പേയ്മെന്റ് എന്ന് പറയുന്നത് $9 $10 അങ്ങനെ കേട്ടോ. ആ സമയത്ത് അവരെനിക്ക് $22 ഓഫർ ചെയ്തു പെർ അവർ. ദാറ്റ് വാസ് എ ബിഗ് ചേഞ്ച് ഫോർ മീ ആക്ച്വലി. പാർട്ട് ടൈം വെച്ച് നോക്കുമ്പോഴത്തേക്കും നോ ഫുൾ ടൈമിന് $28 ഓഫർ ചെയ്തു. അങ്ങനെ ഞാൻ ഓക്കെ എന്നൊക്കെ പറഞ്ഞ കോൺട്രാക്ട് ഒക്കെ സൈൻ ചെയ്തപ്പോൾ ഒരു 2 വീക്സ് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു കോൾ വന്നു. 2 വീക്സ് അല്ല, ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ കോൾ വന്നു, ക്യാൻ യു ജോയിൻ ആസ് പാർട്ട് ടൈം എന്ന് ചോദിച്ചു. അപ്പോൾ വീണ്ടും ഷോക്കിങ്. എന്നിട്ട് അവരെനിക്ക് $20 ഓഫർ ചെയ്തു. ഐ വാസ് ഓണസ്റ്റ്ലി സർപ്രൈസ്. ഐ ലൈക്ക് ജീസസ് ക്രൈസ്റ്റ്, വാട്ട് ദ ഹെൽ ഈസ് ഹാപ്പനിങ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനൊരു അപ്പോൾ അവർക്ക് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ രാവിലെ 8 തുടങ്ങി 12 തൊട്ട് 4 വരെ വർക്ക് ചെയ്യണം. മിനിമം 4 hours അങ്ങാണ്ട് വീക്ക് 3 days 2 days അങ്ങനെ അങ്ങോട്ട് വർക്ക് ചെയ്യണം. റിക്വയർമെന്റ് ഞാൻ മറന്നുപോയി. അപ്പൊ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, കംപ്ലീറ്റ് ആയിട്ടില്ലല്ലോ ഗ്രാജുവേഷൻ. അത് ഇവർക്ക് അറിയുകയും ചെയ്യും. അപ്പൊ ഞാൻ എൻ്റെ പ്രൊഫസറിനോട് ഒന്ന് പറഞ്ഞു, ഐ ഗോട്ട് എ ജോബ് ഓഫർ, എന്നോട് ഒരു പാർട്ട് ടൈം ആയിട്ട് ജോയിൻ ചെയ്യും. അപ്പൊ എൻ്റെ പ്രൊഫസർ പറഞ്ഞു, നിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്താണ്? പഠിച്ചു കഴിഞ്ഞിട്ട് ജോലി വേണം. നിനക്കത് ഇത്ര നേരത്തെ കിട്ടിയ സ്ഥിതിക്ക് നീ ക്ലാസ്സിൽ വരും, അറ്റൻഡൻസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ബിക്കോസ് യു ഹാവ് ടു കംപ്ലീറ്റ് ദ കോഴ്സ്. നിനക്ക് ലീവ് ചെയ്യേണ്ട, അപ്പൊ നീ ലീവ് ചെയ്തോളാം. ഹി വാസ് സോ ഹാപ്പി. എൻ്റെ ക്ലാസ്സിലുള്ളവരെല്ലാം സർപ്രൈസ് ആയിരുന്നു. ബിക്കോസ് ഐ വാസ് ദ ഫസ്റ്റ് പേഴ്സൺ ടു ഗെറ്റ് എ പാർട്ട് ടൈം ഇൻ ദ പ്രൊഫഷൻ ദാറ്റ് വി ആർ ലുക്കിംഗ് ഫോർ. എന്നിട്ട് എനിക്ക് കിട്ടിയത് പ്രോജക്ട് മാനേജ്മെന്റ് ഇന്റേൺ ആയിട്ട് കേട്ടോ. ഞാൻ എന്നിട്ട് ഇന്റേൺ ആയിട്ട് ജോയിൻ ചെയ്തു. നവംബർ തൊട്ട് 2017 ഞാൻ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ABCD എനിക്ക് തോന്നുന്നു അവരെന്നെ ഞാൻ വിചാരിച്ചു ഞാൻ കൊളാക്കും, എല്ലാം പ്രശ്നമാവും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ സോ ഗുഡ് കമ്പനി ഐ ഗോട്ട് ഇൻ ടു. എന്നിട്ട് ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങി. എന്നെ ഫുൾ അവർ ട്രെയിൻ ചെയ്തു കേട്ടോ. പ്രോജക്ട് മാനേജ്മെന്റ് എന്താന്ന്, എങ്ങനെയാണ്, പുതിയ മെത്തഡോളജി എന്താണ്. ടെക്നോളജി പ്രോജക്ട് മാനേജ്മെന്റിലാണ് ഞാൻ ഹയർ ആയത്.
ഈ ജോലി കിട്ടിയപ്പോൾ കുറെ ആൾക്കാരോട് പറഞ്ഞു ഇത് ശരിയാവില്ല, ബിക്കോസ് നിനക്ക് PR കിട്ടില്ല, ഇന്റേണൽ. അപ്പൊ ഞാൻ നോക്കുമ്പോണ്ട് എന്റെ പൊന്നടാ, എനിക്കൊരു ജോലി കിട്ടിയതിന്റെ വലിയ കാര്യം. കാരണം ഒരിക്കലും എക്സ്പീരിയൻസ് ഇല്ലാത്ത എനിക്ക് ആര് ജോലി തരണം. അപ്പൊ ഇന്റേൺഷിപ്പ് കഴിയുമ്പോൾ ഞാൻ അവിടുന്ന് മാറി വേറെ കയറണമെങ്കിൽ ഐ എം ഫൈൻ വിത്ത് ദാറ്റ്. അപ്പൊ വി സ്റ്റാർട്ടഡ് വിത്ത് 8 months ആക്ച്വലി. അങ്ങനെ ഞാൻ നവംബറിൽ കയറി, ജനുവരിയിൽ എന്റെ കോഴ്സ് കഴിഞ്ഞു. ജനുവരി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഫുൾ ടൈം ആയി. 8 months, ഓഗസ്റ്റിൽ എന്റെ കോൺട്രാക്ട് തീരുമായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് വീണ്ടും ടെൻഷൻ ആവാൻ തുടങ്ങി. ഏകദേശം ഒരു ജൂണൊക്കെ ആകുമ്പോൾ തുടങ്ങിയപ്പോഴത്തേക്ക് എനിക്ക് കൈയൊക്കെ വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ ഞാൻ ക്യാച്ചപ്പ് ചെയ്യാൻ തുടങ്ങി കേട്ടോ ഭയങ്കരമായിട്ട്. എന്നോട് പറഞ്ഞ എല്ലാ പണി ഞാൻ മര്യാദക്ക് ചെയ്തു, അതിൽ എക്സ്ട്രാ ഓർഡിനറി ചെയ്തു. പിന്നെ മുട്ടിപ്പായ പ്രാർത്ഥനയാണ്. അതൊക്കെ കഴിഞ്ഞ് ഞാൻ അങ്ങനെ ജോലിക്ക് ജൂണൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ഓപ്ഷൻ കിട്ടി ഇങ്ങനെ സംസാരിക്കാൻ. അപ്പൊ ഞാൻ അങ്ങോട്ട് പറഞ്ഞേക്കുമ്പോ അവർ ഇങ്ങോട്ട് പറഞ്ഞു, നിനക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ യു ക്യാൻ ബി പെർമനന്റ് എന്ന് പറഞ്ഞു. കാരണം എന്താ വെച്ചാൽ അന്നേരം പ്രോജക്ട് മാനേജ്മെന്റ് ചെയ്യുന്നത് എന്റെ സൂപ്പർവൈസർ ആയിട്ടുള്ള ഒരാൾ മാത്രമാണ്, വേറെ ആരുമില്ല. സോ സിൻസ് ഐ വാസ് ഡൂയിങ് ഗുഡ്, ഞാൻ ക്യാച്ചപ്പ് ചെയ്യുന്നു. ഞാൻ കോളേജ് ഗ്രാജുവേറ്റ് നമുക്കറിയാം, എനിക്ക് എക്സ്പീരിയൻസ്. അപ്പൊ അവർ അതിന്റെ കൺസിഡറേഷൻ തരുന്നുണ്ട്. അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ച് അവര് ഫോളോ അപ്പ് ഒക്കെ ചെയ്ത് എല്ലാം നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ അവരെന്നെ ഫുൾ ടൈം ആക്കി. സോ ദാറ്റ് ഈസ് ഹൗ ഐ ബിക്കം എ പ്രോജക്ട് മാനേജർ. ആൻഡ് ദെൻ പ്രോജക്ട് മാനേജർ ആയതിനു ശേഷമാണ് ദർ ഇസ് ഡിഫറെന്റ് തിങ്സ് ഇൻ പ്രോജക്ട് മാനേജ്മെന്റ്. വാട്ടർഫോൾ ഉണ്ട്, അജൈൽ ഉണ്ട്. ഇപ്പം ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഭയങ്കര റെലവെന്റ് ആണ് ഒരു അജൈൽ സർട്ടിഫൈഡ് സ്ക്രം മാസ്റ്റർ ഒക്കെ ആവുന്നതും. പ്രോജക്ട് മാനേജ്മെന്റ് ചെയ്യുന്നവർക്കറിയാം അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുൾ ആണ്. പക്ഷെ ഇപ്പൊ ഭയങ്കര കോമ്പറ്റീറ്റീവ് ആണ് ആക്ച്വലി ഇൻഡസ്ട്രി, ഇവിടെ ആണെങ്കിലും എവിടെ ആണെങ്കിലും. പിന്നെ ഇവഞ്ച്വലി ഞാൻ PMP എടുത്തു. PMP എന്ന് പറയുന്നത് നമ്മുടെ ഡെസിഗ്നേഷൻ ആണ്, വിച്ച് ഇസ് വെരി ഇമ്പോർട്ടന്റ് ആക്ച്വലി. നമ്മുടെ സാലറി ഗ്രേഡും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ നമ്മളെ വാലിഡേറ്റ് ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു പ്രോജക്ട് മാനേജറിന് PMP വേണം. അങ്ങനെ ഞാൻ ടെക്നോളജി പ്രോജക്ട് മാനേജ്മെന്റ് ഇൻ ദ സെൻസ് എപ്പോഴും ഷെയർ ചോദിക്കുക, എന്താണ് നീ ചെയ്യുന്നത്. അതായത് നമുക്കൊരു ഒരു കൺസെപ്റ്റ് ഉണ്ടാവും. ഐ വോണ്ട് ടു മേക്ക് ദിസ് കോഫി. ഞാനൊരു എക്സാമ്പിൾ പറയാം, കോഫി മഗ്. അപ്പോൾ ഇതിന്റെ കൺസെപ്റ്റ് ഉള്ളത് വേറെ ആളുടെ തലയിലാണ്. പക്ഷെ ഇത് ഇപ്പം നമുക്ക് എന്നിട്ട് ടെക്നോളജി അല്ലെങ്കിൽ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിനോട് അവർ പറയാണ് നമുക്കിത് വേണം. ദേ ആർ കോൾഡ് ദ പ്രോഡക്റ്റ് ഓണേഴ്സ്. അവർ നമ്മളോട് റിക്വയർമെന്റ് പറയുന്നു, ആൻഡ് നമുക്കൊരു ടെക്നിക്കൽ ടീമുണ്ട് ഇതൊക്കെ ഉണ്ടാക്കാൻ, ഈ പ്രോഡക്റ്റ് ഇങ്ങനെ കംപ്ലീറ്റ്ലി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം ഇവരുടെ ഈ കൺസെപ്റ്റ് തൊട്ട് ഇവരുടെ ഈ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് ഇങ്ങനെ ആക്കി നമ്മുടെ പ്രോഡക്റ്റ് ഓണേഴ്സിന്റെ കയ്യിൽ എത്തിക്കുക അല്ലെങ്കിൽ ക്ലയന്റിന്റെ കയ്യിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. അപ്പൊ എല്ലാ കൈൻഡ് ഓഫ് തിങ്സും നമ്മൾ നോക്കണം. ബഡ്ജറ്റ്, ടൈം ലൈൻ, റിക്വയർമെന്റ്സ്, അങ്ങനെ കുറെ മെത്തേഡ്സ് ഉണ്ട്. അതിനെപ്പറ്റി നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇവിടെ. സോ ദാറ്റ് ഈസ് ഹൗ ഐ ലാൻഡഡ് ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഐ ഡു പ്രോജക്ട് മാനേജ്മെന്റ്. എനിക്ക് എന്റെ ജോലി ഇഷ്ടമാണെന്ന് ചോദിച്ചാല് ആസ് ഐ സെഡ്, എനിക്ക് മാനേജ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഐ ലൈക്ക് മാനേജ്മെന്റ്. പക്ഷേ the thing that we didn't learn, the thing that I didn't know, the toxicity in the workplace, Jesus Christ, politics, toxicity, the things നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നത്. ഇന്ന് ഞാൻ തുടങ്ങിയപ്പോൾ എന്താ പറഞ്ഞത്, ഐ എം നോട്ട് ഇൻ എ ഗുഡ് മൂഡ് ബിക്കോസ് ഫേവറേറ്റിസം, പിന്നെ എന്താ പറയാ, ആൾക്കാർ നമ്മൾ പറയുന്ന കണക്ക് വാല്യൂ ഇല്ല, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിലൂടെ ഗോത്രൂ ചെയ്താലാണ് ഒരു കോർപ്പറേറ്റ് ജോബിൽ നിൽക്കാൻ പറ്റുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ചോളം എനിക്ക് റേസിസം ഒന്നും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ആൻഡ് ഐ എം താങ്ക്ഫുൾ ബിക്കോസ് ഇറ്റ്സ് എ വെരി ഗുഡ് കമ്പനി, നമുക്കൊരു കൾച്ചർ ഉണ്ട്. പക്ഷെ ദർ ആർ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ടു. ആൻഡ് ഐ വിഷ് നമ്മൾ പഠിച്ചു വന്നപ്പോൾ നമ്മൾ ഫിസിക്സും മാത്സും പഠിച്ച പോലെ തന്നെ റിലേഷൻഷിപ്പ്, ഹൗ ടു ടോക്ക്, അല്ലെങ്കിൽ എന്താ പറയാ, ഹൗ ടു ടാക്കിൾ ദിസ് കൈൻഡ് ഓഫ് ഹാർഡ് തിങ്സ്, ഇതൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരുപാട് വിഷ് ചെയ്യുന്നു. ആൻഡ് ഇപ്പോ അതുകൊണ്ട് ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഐ ലൈക്ക് മൈ ജോബ്. ആൻഡ് പക്ഷെ if എനിക്ക് നാളെ ഒരു ലോട്ടറി വിൻ ചെയ്യണം, ഒബ്വിയസ്ലി ഐ ലീവ് മൈ ജോബ്. ബിക്കോസ് അഗെയിൻ കമ്മിങ് ടു ദ സെഡൻറ്ററി തിങ്, എനിക്ക് ഈ 9 to 5 തിങ്സ് എന്നെ ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇടുന്നത്, റെപ്പറ്റേറ്റീവ് ടാസ്ക് ചെയ്യുന്നത്, ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. എനിക്ക് ഇപ്പൊ ഒരു ടാസ്ക് തന്നിട്ട് ഞാൻ ഭയങ്കര OCD ഉള്ള ആളാണ്. അതായത് ഇന്നെ ഒരു കാര്യം ഏൽപ്പിച്ച് അത് തീർക്കാതെ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ ആ കൂടെ തന്നെ നല്ല മടിയുണ്ട്. പക്ഷെ വർക്ക് പ്ലേസിലൊക്കെ ഞാൻ ഭയങ്കര എത്തിക്കലാണ്, എനിക്കത് വിട്ട ഒരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. ടൈം ലൈൻ ക്ലോസ് ചെയ്യണം, എല്ലാവരെക്കാളും മുന്നേ ക്ലോസ് ചെയ്യാമെങ്കിൽ അത്. പക്ഷെ അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളല്ല. പക്ഷെ whatever, again there is so much toxicity in workplace, and നമ്മൾ എപ്പോഴും വിചാരിക്കും grass is greener on the other side. never ever ever. എപ്പോഴും പല സ്ഥലത്തും പലതുണ്ടാവും. പക്ഷെ എനിക്ക് ഒരു കാര്യമാണ് പറയാനുള്ളത്, ഇതെന്റെ ലൈഫ് ലോങ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മുന്നിൽ ഒരു പ്രശ്നം വരുമ്പോൾ
ഐ നോ ഐം ഗോയിങ് ഓഫ് ടോപ്പിക്, പക്ഷെ നമുക്കൊരു പ്രശ്നം വരുന്നു, നമ്മൾ വിഷമിക്കുന്നു, നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്, നമ്മുടെ ലൈഫ് സിറ്റുവേഷൻ വളരെ മോശമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ നമ്മളെ ആരും വാല്യൂ ചെയ്തില്ല, അല്ലെങ്കിൽ ഡിസ്റെസ്പെക്ട് ചെയ്തു, അങ്ങനൊരു സിറ്റുവേഷൻ വരുമ്പോൾ ജസ്റ്റ് ബി കാം. വിഷമം ഉണ്ടാവും, സങ്കടം ഉണ്ടാവും, ഇറ്റ്സ് ഫൈൻ, ജസ്റ്റ് ബി കാം. അതിനിപ്പോൾ റിവെഞ്ച് എടുക്കണം, ഞാൻ ആരാന്ന് കാണിച്ചു കൊടുക്കണം, നിങ്ങൾ അങ്ങനൊന്നും തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ബി കാം, വെരി കാം. തിങ്സ് വിൽ ചേഞ്ച് ഫോർ ഷുവർ. നിങ്ങളുടെ സൈഡിലാണ് കറക്റ്റ്നെസ് ഉള്ളതെങ്കിൽ തിങ്സ് വിൽ ചേഞ്ച് ആൻഡ് യു വിൽ ബി വിറ്റ്നസിങ് ദാറ്റ്. എൻ്റെ ലൈഫിൽ എപ്പോഴും നടക്കാറുള്ള കാര്യമാണ്. ഞാനത് ദൈവത്തിന് ഇട്ടുകൊടുക്കും, അല്ലെങ്കിൽ എന്താ പറയുക, നടക്കേണ്ടതുപോലെ നടക്കട്ടെ എന്ന് വിചാരിക്കും. ബട്ട് ഇഫ് യു ആർ റൈറ്റ് ആൻഡ് ഇഫ് യു ആർ ഗുഡ് തിങ്സ് വിൽ കം ടു യു. ഞാൻ എപ്പോഴും പറയുന്നത്, ഇഫ് യു ആർ ഗുഡ് ആൻഡ് യു ആർ എ ഗുഡ് പേഴ്സൺ, ഇൻസൈഡ് നിങ്ങൾക്ക് ആരെയും ഉപദ്രവിക്കണം, വിഷമിപ്പിക്കണം എന്നൊന്നും ആഗ്രഹമില്ല. തിങ്സ് വിൽ കം ബാക്ക് ആസ് ഗുഡ് ടു യു. അത് ഒരു സംഭവമാണ്. സോ ഇതൊരു ലോങ് സ്റ്റോറി ആണെന്ന് എനിക്കറിയാം. ഒട്ടും പ്ലാൻ ചെയ്തോ ഒരു കാര്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്തോ പഠിച്ചോ ഒന്നുമല്ല ഞാൻ പ്രോജക്ട് മാനേജ്മെന്റിൽ എത്തിയത്. ഐ ഡിഡ് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്, ഐ ഡിഡ് കമ്പ്യൂട്ടർ സയൻസ് ഇൻ 12th grade. ഇവിടെ വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു എങ്ങനെയാണ് ബിസിനസ് അനാലിസിസ് വന്നത്, അതിലൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ഐ ജസ്റ്റ് പുട്ട് ദാറ്റ് ഇൻ മൈ റെസ്യൂമേ ആൻഡ് ഐ ഗോട്ട് ഹയർഡ് ആൻഡ് ദാറ്റ് ഐ ലേൺഡ് എവറി സിംഗിൾ തിങ് ഇൻ ദ കമ്പനി. ഞാൻ മുന്നേ അതിനുവേണ്ടി പ്രാക്ടിക്കലായിട്ട് ഒന്നും പഠിച്ചിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ സർട്ടിഫിക്കേഷൻസ്, എനിക്കിന്ന് അറിയാവുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ടുഡേ ഐ മാനേജ് മോർ ദാൻ 10 to 15 technology projects, actually IT projects today, in a year, more than that, big budget things. But thanks to God, ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്തിട്ടല്ല, ബട്ട് ഇറ്റ് ഹാപ്പൻ ടു ബി. ഒന്നും പ്ലാൻ ചെയ്തല്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടി എന്തോ കരുതി വെച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒരു സിറ്റുവേഷനിലാണ്, യു ഡോണ്ട് നോ വെയർ യു ആർ, ഇഫ് യു ആർ നോട്ട് ലാൻഡിങ് സംതിങ് ദ തിങ്സ് യു തോട്ട് യു വുഡ് ബി. നമുക്ക് അറിയില്ല, സംതിങ് ബെറ്റർ ഈസ് ദെയർ ഫോർ യു. ഞാൻ ഇപ്പോൾ എൻ്റെ ആക്ടിങ് കരിയർ വിട്ടപ്പോൾ ഐ വാസ് സോ സാഡ്, ഐ ടെൽ യു. അതിനെപ്പറ്റിയൊന്നും ഞാൻ പറയാറില്ല നോർമലി. നമുക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പക്ഷേ ദിസ് ഈസ് വാട്ട് ഐ മെന്റ് ടു ഹാവ്. ബിക്കോസ് ഞാൻ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഒബ്വിയസ്ലി ഐ വുഡന്റ് ഹാവ് മെറ്റ് ഷാരോൺ, I wouldn't have had Bernie, I wouldn't have married to him, I wouldn't have this life, you know, I would have missed on this. Appo there is something always better that is meant for you, that is supposed to make you happy. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞാൻ പ്രോജക്ട് മാനേജറിലുള്ളത്. മനസ്സിലായി? ഇപ്പൊ നിങ്ങൾ അങ്ങനെ സിറ്റുവേഷനുകൾ പോണേ വിഷമിക്കണ്ടോ, അത്ര എനിക്ക് പറയാനുള്ളൂ. തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ. അപ്പൊ ജോലി നിൽക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, മേക്ക് ഷുവർ യു ഹാവ്, ഇപ്പൊ പാടാണ്, പക്ഷെ അപ്ലൈ ടു എവറി ചാനൽ യു ഹാവ്. Reach out to people for referral. Referral is a big thing. Have all the certifications, have your designations. പിന്നെ വലിയ പൊസിഷൻസ് ഒന്നും കിട്ടിയില്ലെങ്കിലും try to start from a small position. അങ്ങനെ യു ക്യാൻ ഓൾവേസ്, നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്യാണ്, നിങ്ങൾ അത്ര അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ്, പെർഫോമർ ആണെങ്കിൽ യു ക്യാൻ ഓൾവേസ് ഗ്രോ ഇൻസൈഡ് ഇൻ എ കമ്പനി. ഇറ്റ് ക്യാൻ ബി ലൈക്ക് വെരി അഡ്മിനിസ്ട്രേറ്റീവ് ടാസ്ക് വരെ തൊട്ട് യു ക്യാൻ സ്റ്റാർട്ട് ഇറ്റ്. സോ ഡോണ്ട് ഹെസിറ്റേറ്റ് to apply for law എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രൊഫഷൻ അല്ല, ബട്ട് യു ഡോണ്ട് ഹാവ് ടു സ്റ്റാർട്ട് ഇറ്റ് ഹിയർ, യു ക്യാൻ ഓൾവേസ് സ്റ്റാർട്ട് ഇറ്റ് ഹിയർ, യു ക്യാൻ ഓൾവേസ് ഗ്രോ ഇൻസൈഡ്. അപ്പം അത്രയ്ക്ക് എനിക്ക് പറയാനുള്ളൂ. ബൈ ബൈ.